ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവാത്തവന്റെ നിസ്കാരം അല്ലാഹ്ക്ക് വേണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിക്ക് ഉൾക്കൊള്ളാത്ത ഒരാളുടെ ഹജ്ജ് അല്ലാഹ്ക്ക് വേണ്ട, ഉംറ വേണ്ട, സദഖ വേണ്ട, തറാവീഹ് വേണ്ട. ആദ്യ നിബന്ധന വിശ്വാസം ശരിപ്പെടുത്തണം. അത് ശരിയാകാതെ വന്നാൽ എത്ര വലിയ മഹാന്മാരാണെങ്കിലും അവരുടെ അമലുകൾ അല്ലാഹ് തകർത്ത് കളയും. അത് ശരിയാവാതെ ഒരാളുടെ എത്ര കഷ്ടപ്പാടുകളും അല്ലാഹ്ക്ക് സ്വീകരിക്കാൻ കഴിയില്ല. സൂറത്ത് അൻആമിന്റെ 83 മുതൽ 93 വരെയുള്ള ആയത്തുകൾ മറിച്ച് നോക്കിയാൽ 18ഓളം നബിമാരുടെ പേര് കാണാം. ഒരു പേജ്, ഒറ്റ പേജ്. ആ പേജ് അങ്ങനെ ഓതിയാൽ 18ഓളം വരുന്ന അമ്പിയാക്കന്മാരുടെ പേരിങ്ങനെ എടുത്തിട്ട് വൈസ്മാഈല വ ഇദ്രീസ വ ദുൽകിഫ്ല വ യൂനുസ വ ലൂത്ത ഇങ്ങനെ പേരൊക്കെ എടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. കുല്ലും മിനസ്സാലിഹീൻ, അവരൊക്കെ സാലിഹീങ്ങളായിരുന്നു, നല്ല മനുഷ്യരായിരുന്നു. എന്നിട്ട് അല്ലാഹ് പറയാ വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവരാരെങ്കിലും ശിർക്ക് ചെയ്തിരുന്നെങ്കിൽ അവരുടെ അമലുകൾ നാം തകർത്ത് കളയുമായിരുന്നു. സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രവാചകന്മാരുടെ പേരെടുത്ത് പറഞ്ഞിട്ടാണ് ഈ പറയുന്നത്. അവരാരെങ്കിലും വിശ്വാസത്തിൽ ഒരു തരിമ്പ് ശിർക്ക് കടന്നു വന്നിരുന്നെങ്കിൽ അവരുടെ അമലുകൾ പോലും അല്ലാഹു തകർത്ത് കളയുമായിരുന്നു. അവസാനത്തെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമനോട് പറഞ്ഞു, നബിയെ, നിങ്ങളെങ്ങാനും ശിർക്ക് ചെയ്താൽ പറഞ്ഞു കൊടുക്കണം നമ്മുടെ അയൽവാസികൾക്ക്, നമ്മുടെ പരിചയക്കാർക്ക്, നമ്മുടെ ഫോൺ ലിസ്റ്റിലുള്ള നമ്മുടെ കോണ്ടാക്ട്സുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഈ ഒരു ആയത്ത് എന്താ, നിങ്ങളെങ്ങാനും അല്ലാഹുവിൽ ശിർക്ക് ചെയ്ത് ജീവിച്ചാൽ നിങ്ങളുടെ എല്ലാ അമലും പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, ഉറപ്പായും നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടവർ തന്നെയാകും നബിയേ. അതുകൊണ്ടാണ് സ്വന്തം മോനെ വിളിച്ച് ലുഖ്മാനുൽ ഹക്കീം എന്താ പറഞ്ഞത്? യാ ബുനയ്യ, പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കല്ലേ. എന്തേ? ഇന്ന ശിർക ലദുൽമുൻ അദീം. നമ്മളൊക്കെ കാണാതെ പഠിച്ച ആയത്താണ്. മക്കളോട് സ്നേഹമുള്ളവർക്ക് ആ ഉപദേശം കൊടുക്കാൻ കഴിയണം. ബാപ്പയോട് ഉപദേശിക്കാൻ കഴിയണം, ഭർത്താവിനോട് ഉപദേശിക്കാൻ കഴിയണം. പൊന്നാര ബാപ്പയോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, വാപ്പാ ലിമ തഅബുദു മാ ലാ യസ്മഉ മാ ലാ യുബസ്സിറു വലാ യുഗ്നി അൻക ശൈആ. പാപ്പ വിഗ്രഹാരാധകനായിരുന്നിട്ട് ഇബ്രാഹിം നബി വിളിച്ചതെന്താ? മുശ്രിക്കേ എന്നല്ല, കാഫിറേ എന്നല്ല, യാ അബത്തി, എൻ്റെ പൊന്നാര പ്രിയപ്പെട്ട ബാപ്പാ, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. കാണാത്ത, കേൾക്കാത്ത, ഉപകാര ഉപദ്രവം ചെയ്യാത്ത വസ്തുക്കളെ എന്തിനാ വാപ്പാ നിങ്ങൾ ആരാധിക്കുന്നത്? ഈ ചോദ്യം നമ്മൾ ആവർത്തിക്കണം. ഈ ചോദ്യങ്ങൾ വലിയ പ്രാധാന്യമുള്ള ചോദ്യമാണ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ വിളിച്ചു പറഞ്ഞല്ലോ, മോനെ, ഇവിടെ പ്രളയം വരാൻ പോവുകയാണ്, വലിയ അപകടം വരാൻ പോവുകയാണ്. യാ ബുനയ്യ ഇർകബ് മഅനാ വലാ തകും മഅൽ കാഫിരീൻ. മോനെ, ഈ കപ്പലിലേക്ക് നീ ഒന്ന് കയറണം, നീ കാഫിരീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുപോകല്ലേ. എല്ലാ ഉമ്മമാരുടെയും ഉപ്പമാരുടെയും മനസ്സങ്ങനെയാവണം. സ്വന്തം മക്കളെ വിശ്വാസപരമായ അധാർമികതകളിലും അതുപോലെ തന്നെ ശിർക്ക് ഖുറാഫാത്തുകളിലും ഒക്കെ മുഴുകിക്കൊണ്ട് ജീവിതത്തിന്റെ വിലപ്പെട്ട സൽക്കർമ്മങ്ങൾ വരെ പൊളിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാക്കരുത്. എത്ര നല്ല ഭർത്താക്കന്മാരായിരുന്നാലും ഭാര്യമാരുടെ മനസ്സിൽ ഈമാനിന്റെ തരിമ്പില്ലെങ്കിൽ, ഭാര്യമാരുടെ മനസ്സിൽ ഈമാനിന്റെ അംശമില്ലെങ്കിൽ, എത്ര നല്ല സാലിഹായ ഒരാളുടെ ഭർത്താവായി ഭാര്യയായി മാറിയാലും ഫലം ചെയ്യൂല. ആര് പറഞ്ഞു? അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, കാഫിരീങ്ങളായ ആളുകൾക്ക് മാതൃകയുണ്ട്. വറബല്ലാഹു മസലൻ ലില്ലദീന കഫറു, കാഫിരീങ്ങളായ ആളുകൾക്ക് മാതൃകയുണ്ട്. ഇംറഅത നൂഹിൻ വംറഅത ലൂത്ത്, രണ്ട് നബിമാരുടെ ഭാര്യമാരെ പറ്റി പറയാം. അവർ കാഫിരീങ്ങൾക്ക് മാതൃകയാണ്. വിശ്വാസമല്ല അവർക്ക്. 950 കൊല്ലം വഅദ് പറഞ്ഞ പ്രഭാഷണം നടത്തിയ ജനങ്ങളുടെ രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ ദഅവത്ത് നടത്തിയ നൂഹ് നബിന്റെ ഭാര്യനെ പറ്റി പറഞ്ഞ് അയാളുടെ ഭാര്യ കാഫിരീങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ്, മാതൃകയാണ്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ മോശക്കാരിയാണ്. വീട്ടിലേക്ക് വന്ന അതിഥികളെ ആ നാട്ടുകാരിങ്ങനെ മോശമായി പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ കാരണം
വീട്ടിലുണ്ടാകുന്ന സ്വകാര്യതകൾ അവിടെ പോയിട്ട് ഭാര്യ പുറത്തു പോയിട്ട് ആളുകളോട് പറയുന്നു ഭർത്താവിനെ നിഷേധിക്കാൻ നന്ദി കെട്ടവളാണ്. എന്നിട്ട് ആയത്തിൽ പറയാണ് കാനത്താ തഹത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹീൻ, നമ്മുടെ നല്ലവരായ 2 അടിമകളുടെ ഭാര്യമാരായിരുന്നു. ഫഖാനതാഹുമാ, അവർ 2 പേരെയും ഇവർ വഞ്ചിച്ചു കളഞ്ഞു. ആ നബിമാർ ഇത്രക്ക് ശുദ്ധമായ ഇസ്ലാമിന്റെ തനിമയുള്ള ഈമാൻ പറഞ്ഞു കൊടുത്തിട്ട് അത് അംഗീകരിക്കാൻ കഴിയാതെ പോയി. എത്ര കാലം കൂടെ ജീവിച്ചിട്ടും കാര്യമില്ല. എന്നാൽ ക്രൂരനായ അങ്ങേയറ്റത്തെ കിബർ കാണിച്ച തോന്നിവാസങ്ങളെല്ലാം ചെയ്ത മുതകബ്ബിറായ ഫിർഔനിന്റെ ഭാര്യയെ പറ്റി ഖുർആൻ പറഞ്ഞു, വറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത്ത് ഫിർഔൻ. ഞാനല്ലാതെ ഒരു റബ്ബില്ല, എന്നെ വിശ്വസിക്കാത്ത ആളുകളുടെ കൈകാലുകൾ ഞാൻ മുറിച്ചു മാറ്റും, വല ഉസല്ലിബന്നക്കും, കുരിശിൽ തറച്ച് ഞാൻ കൊല്ലും. ഇതെല്ലാം പറഞ്ഞ ഫിർഔനിന്റെ ഭാര്യ മുഅ്മിനീങ്ങൾക്ക് മാതൃകയാണ്. എന്തേ കാരണം? അവര് പറഞ്ഞു, റബ്ബേ റബ്ബിബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ഇതൊന്നൊക്കെ ഒന്ന് രക്ഷ കിട്ടിയിട്ട് ഞങ്ങൾക്ക് അല്ലാഹുവേ സ്വർഗത്തിൽ ഒരു ചെറിയ ഭവനം തന്നാൽ മതി പടച്ചോനെ എന്ന് പ്രാർത്ഥിച്ച് വിശ്വാസം സ്വീകരിച്ച് മൂസാ നബിയെ അംഗീകരിച്ചവരായിരുന്നു അവർ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, വിശ്വാസം ശരിയാകാതെ നമ്മുടെ കർമ്മങ്ങൾ ശരിയാവുകയില്ല. ഉമ്മമാരാണ്, സഹോദരിമാരാണ് ആദർശരംഗത്ത് ഒരുപാട് ചൂഷണങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടുന്ന എത്രയോ പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു. പക്ഷേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അള്ളാഹുവിനോട് അങ്ങനെ നേരിട്ട് പ്രാർത്ഥിക്കേണ്ട ആളുകളല്ല, അതൊന്നും ആവശ്യമില്ല, നമ്മളൊക്കെ പാപികളാണ്, ദോഷികളാണ്, നമ്മൾ മഹാന്മാരോട് ചോദിച്ചാ മതി, അതൊക്കെ ബാക്കിയെല്ലാം അവർ ശരിയാക്കിക്കോളും. അതിന്റെ അടയാളങ്ങളാണ് കഴിഞ്ഞ ഓൺലൈൻ കാലഘട്ടത്തിലൊക്കെ നടന്ന ബാധകളിൽ സീമടവൂർ എന്ന മഹാനെ കുറിച്ച് പറഞ്ഞിട്ട് എന്തൊക്കെയാ പറഞ്ഞത്? അത് പാടിയിട്ട്, നിങ്ങളെ തുണയല്ലാതെ മറ്റൊരു തുണയും ഞങ്ങളിലില്ല മടവൂരേ, നിങ്ങളല്ലാതെ നമുക്ക് ആരുമില്ല, അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണം. അതിലൊക്കെ പിന്നിൽ എത്ര സഹോദരിമാരാണ് വീണ് കിടക്കുന്നത്. മേശപ്പുറത്ത് വെള്ളം വെച്ചിട്ട് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചോളിയും, നിങ്ങളെ വീട്ടിൽ ഇപ്പൊ ബർക്കത്ത് വരുമെന്ന് പറഞ്ഞ് അറിവിന്നിലാവുകാരൻ പറഞ്ഞപ്പോ എത്ര ഉമ്മമാരാണ് ആ വെള്ളം വെച്ച് കാത്തിരിക്കുന്നത്, അപ്പൊ ബർക്കത്ത് വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നത്. ലോകം നിയന്ത്രിക്കുന്നത് സീമടവൂരാണെന്ന് വിശ്വസിക്കുന്ന എത്ര ആളുകളുണ്ട് സഹോദരിമാരെ. ഈ വിശ്വാസം കൊണ്ട് ഒരാൾ ജീവിച്ചാൽ എന്തായിരിക്കും? മാത്രമല്ല, പ്രതിസന്ധി ഘട്ടങ്ങൾ കടന്നു വരുമ്പോൾ ബദരീങ്ങളെ, ഉഹദീങ്ങളെ, മമ്പറന്തങ്ങളെ, മുഹിയുദ്ദീൻ ഷെയ്ഖെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവരെന്താ വിചാരിക്കുന്നത്? എപ്പോ വിളിച്ചാലും എവിടുന്ന് വിളിച്ചാലും അവരൊക്കെ ഞങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ല, ഈ കഴിഞ്ഞ റബീഉൽ ആഖിറിന്റെ മാസത്തിൽ പള്ളിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കേട്ടിരുന്നില്ലേ? എന്തൊക്കെയാ വിളിച്ചു? ഉറക്ക ഒച്ചത്തില് മൈക്ക് ഓണാക്കിയിട്ട് എന്താ വിളിച്ചു പറഞ്ഞിരുന്നു? ഹാലിറു ഹാലിറു ഇമ്മജ്ലിസിൽ ഹാലിറു യാ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ഞങ്ങളെ സദസ്സിലൊന്ന് വേഗം ഹാജരാകൂ. ഇതിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത്, ഈ പരിപാടിക്ക് പൈസ കൊടുത്ത്, ഇതിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞ്, ഇത് വലിയ പുണ്യമാണെന്ന് വിശ്വസിക്കുന്ന വിശ്വാസമുള്ളവർ എത്ര പേരുണ്ട്? അതുകൊണ്ട് ദുആ എന്നുള്ള മഹത്തായ ഇബാദത്ത് അല്ലാഹുവോടല്ലാതെ ഞാൻ ഒരിക്കലും ചെയ്യൂല എന്ന് തീരുമാനിച്ചില്ലെങ്കിൽ നമ്മുടെ ഈമാൻ ബാത്തിലാണ്. പ്രവാചകർ പോലും പറഞ്ഞത്, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, പലതരം പ്രശ്നങ്ങൾ വരും. ആ പ്രശ്നങ്ങളെല്ലാം വരുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? തെറ്റായ മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റുമോ? അത് നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവിയും കുടുംബമായി ജീവിക്കായിരുന്നു. ഒരു തെറ്റ് സംഭവിച്ചു, ശരി, എന്താ പരിഹാരം? ജാറമാണോ, ഉലൂദുകളാണോ, ഹദ്ദാദുകളാണോ, റാത്തീബുകളാണോ? ഇതൊക്കെ 800 600 കൊല്ലം പഴക്കമുള്ള ഗ്രന്ഥങ്ങളാണ്. 14 നൂറ്റാണ്ട് പഴക്കമുള്ള ഖുർആൻ പറഞ്ഞു, ആ ദമ്പതികൾ ആദം നബി അലൈഹിസ്സലാം അടക്കമുള്ളവർ പ്രാർത്ഥിച്ചത്, റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അവർ അല്ലാഹുവോട് തൗബ ചെയ്തു. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് രോഗം വന്നു. നമ്മളൊക്കെ ഉണ്ടല്ലോ, എത്ര ആൾക്കാരുടെ കിഡ്നി ഡയാലിസിസ്, ക്യാൻസർ ബാധിച്ചവര്, സന്താനങ്ങളില്ലാതെ പൊറുതിമുട്ടുന്നവര്, എന്തെല്ലാം രോഗങ്ങൾ ഉണ്ടായിക്കോട്ടെ, 10 13 വർഷങ്ങളിൽ മേലെ രോഗം ബാധിച്ച അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ കാലിലോ എവിടെങ്കിലും ഒരു ചെരടോ ഒരു ഏലസോ ഐക്യം നമ്മൾ കണ്ടോ? ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. പ്രസവിച്ചു വീണ നമ്മുടെ കുട്ടിയുടെ അരയിൽ കെട്ടിവെച്ചിട്ടില്ലേ? കണ്ടൻസറുകളായിട്ട് കുറെ എണ്ണം അപ്പുറത്തപ്പുറത്തൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ലേ?
എന്താ വിശ്വാസം? ഇത് രക്ഷിക്കും, ഇത് രോഗങ്ങൾക്ക് മുക്തി നേടും. കഴുത്തിൽ, മറ്റു മതസ്ഥരെ പോലെ കഴുത്തിൽ കെട്ടിയിട്ട് ആൾക്കാരുണ്ട്. ഇവരെന്താ വിശ്വസിക്കുന്നത്? ഇത് എല്ലാത്തിനുമുള്ള പരിഹാരമാണ്. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ പരിഹാരം എന്തായിരുന്നു? അന്നീ മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ. അല്ലാഹ്, നീ കാരുണ്യവാനാണ് റബ്ബേ, എൻ്റെ വിപത്തുകൾ മാറ്റിത്തരണേ. മകനെ കാണാതെയായി, പ്രിയപ്പെട്ട യൂസഫ് നബി എന്ന ഏറ്റവും സ്നേഹിക്കുന്ന പൊന്നുമോനെ കാണാതെയായി. സഹോദരിമാരെ, ഈ സദസ്സിനൊരു വാർത്തയറിയാണ്, കുട്ടിനെ കാണാനില്ല. 1 മണിക്കൂറായി തെരഞ്ഞു, കാണാനില്ല. ബാലവേദിന്റെ അവിടെ തെരഞ്ഞു നോക്കി, കാണാനില്ല. എന്തായിരിക്കും നമ്മുടെ നെഞ്ചിന്റെ ഉള്ളിലെ പട്ടച്ചലത്ര ഉണ്ടാവും ആലോചിച്ച് നോക്കി. പിന്നെ വന്നത് ഓർമ്മ ഉണ്ടാവില്ല, ഇരുന്നത് ഓർമ്മ ഉണ്ടാവില്ല. നമ്മളെ തന്നെ പിടിച്ച് ആശുപത്രി കൊണ്ടുപോകും. 30-ലേറെ വർഷങ്ങളോളം സ്വന്തം കുട്ടിനെ കാണാതെയായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പ് നബിമാരുണ്ടായിരുന്നില്ലേ? ഖബറുകൾ ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് ഏതെങ്കിലും ഒരു ഖബറിന്റെ മണ്ണ് വാരി തേച്ചോ? ഏതെങ്കിലും ആള് കലക്കി കൊടുത്ത വെള്ളം എടുത്ത് കുടിച്ചോ? ഇന്നമാ അഷ്കൂ ബസ്സീ വഹുസ്നീ ഇലല്ലാഹ്. പറയാൻ പറ്റുമോ? കുട്ടിനെ കാണായി വർഷങ്ങൾ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ട് പറയാ, ഞാൻ എൻ്റെ ആവലാതി, ഞാൻ എൻ്റെ വേവലാതി അല്ലാഹ് നിന്നിലേക്ക് മടക്കുന്നു. നമ്മളെന്താ പറഞ്ഞേ? ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ ബഅദ ലക അഷ്കൂ ഫിഹാ സയ്യിദി ഖൈറൻ നബി. ലക അഷ്കൂ, ഞങ്ങളിതാ ആവലാതി വേവലാതി പറയാണ്. ആരോടാ? സയ്യിദി ഖൈറൻ നബി, മുത്തുനബി തങ്ങളെ, നേതാവായ നബിയെ, നിങ്ങളോടാണ് ഞങ്ങൾക്ക് വേവലാതി പറയാനുള്ളത്. ഇതാണ് രണ്ടും തമ്മിലുള്ള വിശ്വാസത്തിന്റെ തെറ്റും ശരിയും തീരുമാനിക്കുന്നത്. ഇതൊരു സംഘടനാ പ്രശ്നമല്ല, ഇതൊരു പ്രസ്ഥാനത്തിന്റെ പ്രശ്നമല്ല, ഇതൊരു ആദർശപരമായ വിഷയമാണ്. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറയുകയാണ്. അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് വഴിതെറ്റിക്കപ്പെടുന്ന ധാരാളക്കണക്കിന് മനുഷ്യന്മാരുണ്ട്. അതിനെ തന്നെ നമ്മൾ കൃത്യമായി കണ്ട് മനസ്സിലാക്കണം. എല്ലാതും ശരിയെന്ന് വിശ്വസിക്കേണ്ട. മലയാളത്തിൽ അല്ലെങ്കിൽ അറബിയിൽ വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതിയത് എല്ലാതും ദീനാണെന്നൊരിക്കലും വിചാരിക്കേണ്ട. അതിൽ വന്നിരിക്കുന്ന അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും ഒക്കെ മനസ്സിലാക്കി, പഠിച്ചു മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിന്റെ ജീവനിലേക്ക് നമ്മൾ കടന്നു വരണം. അതോടൊപ്പം തന്നെ നമ്മുടെ നാടുകളിലൊക്കെ സ്ത്രീകളെ ബാധിക്കുന്ന വല്ലാത്തൊരു വിപത്താണ് സിയാറത്ത് ടൂറുകളുമായി ഒരു ഖബറിൽ നിന്ന് അടുത്ത ഖബറുകളിലേക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോവാണ്. തൃശ്ശൂർ ജില്ലയിലെ ഒരു സഹോദരി ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് അവർ വന്നിട്ട് പറയാണ്, ഉസ്താദേ, ഞാൻ ഇങ്ങനെ പണ്ട് കാലത്തൊക്കെ, പണ്ടൊന്നൊന്നുമല്ല, വർഷങ്ങൾ കുറച്ചായി, എനിക്ക് എൻ്റെ 3 മക്കളെ കെട്ടിച്ച് ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. ഈ കടങ്ങൾ വീടാൻ ഭർത്താവില്ലാത്ത ഈ സഹോദരി ചെയ്തെന്ന് പണി എന്താണെന്നറിയോ? ഉസ്താദ് പറയും, ഇന്ന സ്ഥലത്തേക്ക് സിയാറത്ത് പോകേണ്ട 10 ദിവസത്തിന് പോകുന്നോളെന്ന് പറയും. കുറേ കിട്ടിയ പൈസക്ക് കടം മേടിച്ച് പെറുക്കിയിട്ട് ഓരോ ജാറത്തിലും പോകും, അവിടെയൊക്കെ പൈസ ഇട്ട് കൊടുക്കും. ഞാൻ പറഞ്ഞു, ആ ഇട്ടുകൊടുത്ത പൈസ കടം വീട്ടിയിരുന്നെങ്കിൽ നിങ്ങളെ പ്രശ്നങ്ങൾ കുറെ പകുതി തീർന്നിരുന്നു. പ്രശ്നങ്ങൾ തീരാൻ വേണ്ടി ചെയ്യുന്നത് വേറെ പ്രശ്നങ്ങളാണ്. ഇതിലൊക്കെ കബറിങ്ങപ്പോയി പൊട്ടിക്കരയുന്ന എത്ര ഉമ്മമാരുടെ വീഡിയോകൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അള്ളാഹുവിന്റെ മുമ്പിൽ ഖിയാമുൽ ലൈൽ നമസ്കരിച്ച് തഹജ്ജുദിൽ വീണ് കണ്ണീരൊഴുക്കുന്ന ഉമ്മമാരുണ്ടോ? അത് വിശ്വാസത്തിന്റെ സത്യത്തിന്റെ ബോധ്യപ്പെട്ടവർക്ക് അതിന് സാധ്യമുള്ളൂ. അള്ളാഹുവിന്റെ ദീനിൽ എത്ര കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഉമ്മമാരെ മനസ്സിലാക്കണം. ഖദീജ റളിയല്ലാഹു അൻഹ മക്കയിൽ ജീവിച്ച മഹദിയാണ്. അവർക്ക് ജാറമില്ല, അവർക്ക് ദർഗയില്ല, അവിടെ ഉത്സവങ്ങളില്ല, ആണ്ടില്ല, ആഘോഷങ്ങളില്ല, ഒരു ചന്ദനത്തിരി കത്തിച്ചു വെച്ചിട്ടില്ല. സൗദി ഗവൺമെന്റിന് പൈസ അല്ലാഞ്ഞിട്ടൊന്നുമല്ല. അതിനേക്കാൾ വലുതാണോ മുനമ്പത്ത് ബീവി? അതിനേക്കാൾ വലുതാണോ നഫീസത്ത് ബീവി? ഊരും പേരറിയില്ല, ശുഹറത്തൊട്ടും കുറവില്ല, ബഹുമാന്യരൊക്കെ പെറ്റ നാട്, വെളിയങ്കോട്ടുമർ ഗാദി കുഞ്ഞുമരക്കാർ ഷഹീദോരും ബഹുമാന്യരൊക്കെ പെറ്റ നാട്. ഊരും പേരൊന്നും അറിയില്ല. വലിയ പ്രസിദ്ധരായ ഒരു ആ നാട്ടിൽ വന്ന മറമാടിയ ഡെഡ് ബോഡികളാണ്. എന്തായാലും കറാമത്തില്ലാതിരിക്കൂല എന്നാ പറയുന്നത്. എവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? അമിതമായി ഖബറുകൾ സന്ദർശിക്കുന്ന പെണ്ണുങ്ങളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഇത് ടൂർ ഇങ്ങനെ പോകുക, ഭർത്താവും ഇല്ല, ആങ്ങളില്ല, കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. അതിനൊന്നും പ്രശ്നമില്ല. ഒരു പള്ളിയിലെങ്ങാനും ഒരാൾ മലയാളത്തിൽ ഖുത്ബ കേൾക്കാൻ പോയി എന്ന് പറഞ്ഞ ഫിത്നയായി, ഫസാദായി, കുഴപ്പമായി, പുത്തൻവാദിയായി, പഴച്ചു, നശിച്ചു. ഈ അടുത്ത് വരെ കേരളത്തിലൊരു പ്രസംഗം, നമ്മളൊക്കെ ഖുർആനിന്റെ അർത്ഥം പഠിക്കണം, മലയാളത്തിൽ പരിഭാഷ വായിക്കണം എന്നൊരു ഉസ്താദ് പ്രസംഗിച്ചപ്പോഴത്തേന് ഉസ്താദ് സംഘടന പുറത്തായി. ഖുർആൻ പഠിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് പ്രശ്നമായി. സഹോദരങ്ങളെ, ഇവിടെയാണ് വിശ്വാസത്തിന്റെ, നമ്മളെ ചൂഷണം ചെയ്യുന്ന, പറ്റിക്കുന്ന ഓരോന്നും
നാട്ടിൽ ഒരുപാട് ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ചിലയിടത്ത് മഹദറത്തുൽ ബദരിയയാണ്, ബദരീങ്ങളുടെ പേര് പറഞ്ഞുള്ള ചടങ്ങാണ്, സദസ്സുകളാണ്. ചിലയിടത്ത് മജ്ലിസുൻ നൂറാണ്, 5-6 വർഷം പഴക്കമുള്ള ഏതൊക്കെയോ തങ്ങന്മാർ തുടങ്ങി വെച്ചതാണെന്ന് പറഞ്ഞ് എന്തിനാ പോകുന്നത്? ക്യാൻസർ മാറും. അവിടെ പോയിരുന്ന സദസ്സിൽ പോയിരുന്നാൽ ക്യാൻസർ വരെ മാറും, രോഗങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും, എല്ലാ പ്രയാസങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടും എന്ന് പറഞ്ഞ് പോവാണ്. എന്നിട്ട് എന്താ പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഇലാ ഹദറത്ത് റിഫാഇ, ഇലാ ഹദറത്ത് മുഹയ്യിദ്ദീൻ ഷെയ്ഖ്, ഇങ്ങനെ കുറെ മഹാന്മാരെ പേരൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പാടി പറഞ്ഞു പോകും. ഒരു ആയത്ത് പറഞ്ഞു കൊടുത്ത്, ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്ത്, ഇസ്ലാമിന്റെ സുന്നത്ത് പഠിപ്പിച്ചു കൊടുത്ത് ജനങ്ങളെ പ്രബുദ്ധരാക്കേണ്ടുന്ന സദസ്സുകൾ പോലും അവരുടെ പണം പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉമ്മമാരെ, നമ്മുടെ നാട്ടിലെ പള്ളിയിൽ ഉദ്ഘാടനത്തിന് പോയവരാണ് നമ്മൾ പല ആളുകളും. ഉദ്ഘാടനത്തിന്റെ അന്ന് നമ്മുടെ സ്വർണവും മോതിരവും പണം കൊണ്ടുപോയി ബക്കറ്റിലിട്ട് പോന്നവരാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ. ഇനി അവർക്ക് പോകാൻ കഴിയുന്നത് മരിച്ച് ജനാസ പൊതിഞ്ഞ് കഫൻ പുടവയിൽ പൊതിഞ്ഞ് ബന്ധുക്കളും കൂട്ടുകാരും എല്ലാവരും കൂടെ കൊണ്ടുപോയി വെക്കുമ്പോഴാണ് ഇനി ഒന്ന് കാണാൻ പറ്റുക. എന്തേ വിശ്വാസം? നിങ്ങളുടെ പള്ളിയിൽ പോകാൻ പാടില്ല. മയ്യിത്ത് നമസ്കരിക്കാൻ സമ്മതിക്കാത്ത എത്ര നാടുകളുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹാ, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത് നമസ്കരിച്ച ഹദീസില്ലേ? ഇതൊക്കെ ശരിയാണ്, പക്ഷെ നമ്മുടെ നാട്ടിൽ നടക്കൂല, ഇവിടെ അത് പറ്റൂല, ഇവിടെ പുരുഷന്മാര് മതി, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്നു. ധൈര്യം വേണം. ഇതെന്റെ വാപ്പയാണ്, ഇതെന്റെ ഉമ്മയാണ്, അവർക്ക് മയ്യിത്ത് ഞങ്ങൾ നമസ്കരിച്ചിട്ടേ ഈ ജനാസ ഇറക്കുള്ളൂ. അതിന് ഉള്ളില് കുറച്ച് കൽബിനൊരു കരുത്ത് വേണം, അതിനൊരു ഈമാൻ വേണം. നമ്മൾ സുമയ്യ ബീബിയുടെ, ഖദീജ റളിയല്ലാഹു അൻഹയുടെ, അബൂ സലമത്ത് റളിയല്ലാഹു അൻഹയുടെ, ധീരരായ സഫിയ റളിയല്ലാഹു അൻഹയെ പോലെയുള്ളവരുടെ ചരിത്രത്തിന്റെ ഒരു അംശമെങ്കിലും പഠിച്ചാൽ പറയേണ്ടടുത്ത് പറയാനുള്ളത് പറയാൻ പിന്നെ നമ്മളെ ആരും പ്രേരിപ്പിക്കേണ്ടതില്ല. നമുക്കൊരു ഈമാൻ ലഭിക്കാനുണ്ട്. അങ്ങനെ വിശ്വാസത്തിന്റെ ശരിവയെ പകരമായി കൊണ്ട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കുത്തിനിറച്ച് ദീനിലില്ലാത്ത മുഴുവൻ ആചാരങ്ങളും കൊണ്ടു നടന്ന് അതിലെല്ലാം പെട്ടുപോയ ഈ ഉമ്മത്തിലെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഒന്നേ പറയാനുള്ളൂ, ഒന്ന് പഠിക്കണേ. നമ്മൾ ഒറ്റക്ക് പോകുന്ന ഒരു യാത്രയുണ്ട്, നമ്മൾ ഒറ്റക്ക് പോകേണ്ട ഒരു യാത്ര ഉണ്ട്. ഈ നാട്ടിൽ താരും വരാനില്ല, അപ്പൊ കാരണവന്മാരൊന്നും ഉണ്ടാവില്ല, ഭാര്യയില്ല, ഭർത്താവില്ല. കെട്ടുകൾ 3 കെട്ടി കട്ടിലിൽ നിന്നെയുമേറ്റി, ഒരു ദിനമുണ്ടോ ഒരു യാത്ര, തീരമടക്കമില്ലാത്ത യാത്ര. അതാലോചിച്ചാൽ മതി. അവിടെ ആരാ വരാനുള്ളത്? നമ്മളെ മരിച്ച് ഖബറിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ കുളിപ്പിക്കാനുള്ള പണിയൊക്കെ കഴിഞ്ഞ് കഫൻ പുടവയിൽ പൊതിഞ്ഞ് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ 3 കാര്യങ്ങളെ നമ്മുടെ പിന്നാലെ വരുള്ളൂ. ഒരു സെക്രട്ടറിയും ഒരു പ്രസിഡന്റൊന്നും വരൂല, പ്രിയപ്പെട്ട ഭർത്താവ് വരൂല, അവരൊന്നും ഖബറിലേക്കൊക്കെ കൊണ്ടുവന്ന് ആക്കി തരികയാണ്. സലാസത്തിന് 3 കാര്യങ്ങളേ ഉള്ളൂ. അഹ്ലുഹു, അവന്റെ കുടുംബക്കാര്, വമാലുഹു, ശിഷ്യന്മാരും സന്താനങ്ങളുമായിട്ടുള്ള സമ്പത്തുണ്ടാകും, വഅമലുഹു, അവരുടെ അമല് കൂടെ ഉണ്ടാകും. ആകെ 3 കാര്യം. കാതിലും ഉണ്ടായിരുന്ന, കയ്യിലുണ്ടായിരുന്ന, കാലിലുണ്ടായിരുന്ന പാദസരം മുതൽ എല്ലാം അഴിച്ചു മാറ്റി നമ്മുടെ മൊബൈൽ ഫോണുകൾ വേറൊരാളുടെ കൈകളിലേക്ക് മാറി, നമ്മുടെ മക്കളെ മറ്റുള്ളവർ ഓമനിക്കാൻ തുടങ്ങി, നമ്മുടെ ഭർത്താവ് കാലങ്ങൾ കഴിയുമ്പോൾ വേറെ പെണ്ണന്വേഷിക്കാൻ തുടങ്ങിയപ്പോ എന്ന് പറഞ്ഞല്ലോ. 2 ആളുകൾ അതിൽ നിന്ന് തിരിച്ചു പോരാണ്. ആരും വരല്ല, 3 വന്നുള്ളൂ. 3-ൽ 2 തിരിച്ചു പോരാ. മക്കള്, കുടുംബങ്ങൾ, പരിചയക്കാർ, അയൽവാസികൾ, അവരൊക്കെ പോന്നു. 1 മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നമ്മൾ ഇന്നുവരെ ചെയ്തു വെച്ച അമലായിരിക്കും. ആ അമല് പോലും പടച്ചറബ് സ്വീകരിക്കൂല എന്ന് പറയണമെങ്കിൽ ആലോചിച്ച് നോക്കി എത്രമാത്രം വിശ്വാസം നമ്മൾ ശരിയാകണം. ഖബറിന്റെ അകത്തേക്ക് കൊണ്ടുപോയി വെച്ച ആ മനുഷ്യന്റെ ജനാസയെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞ് അവരങ്ങ് തിരിച്ചു പോരുമ്പോഴേക്ക് മലായിക്കത്തുകൾ വന്ന് എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക. മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്? ഇവിടെ റബ്ബിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ജീവിച്ചവന് മാത്രമേ അതിന് ഉത്തരം പറയാൻ കഴിയുള്ളൂ.